ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചാർട്ട് അനലൈസിങ് ആണ്. പക്ഷേ നിങ്ങളെല്ലാവരും ട്രെൻഡ് ലൈന് ബ്രേക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രെൻഡ് ലൈന് ട്രേഡ് ഓപ്പൺ ആക്കുന്ന ആൾക്കാരും അത് ബൈ ആയിക്കോട്ടെ സെല്ലായിക്കോട്ടെ. അപ്പോൾ ട്രെൻഡ് ലൈന് ബ്രേക്ക് ഔട്ട് ആയ ഉടനെ സെല്ലെടുക്കുന്ന ആൾക്കാർക്ക് ഈ വീഡിയോ ഒരു ജസ്റ്റ് ഒരു ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പം ഞാൻ അതിൻ്റെ ഒരു വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇതൊരു അപ് ട്രെൻഡിലേക്ക് പോകുന്നൊരു മാർക്കറ്റാണ്. അപ്പോൾ ഇതിൽ ഞാൻ എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഇതാ കണ്ട മാർക്കറ്റ് ഇവിടുന്ന് ഒരു ബുള്ളിഷായി, ഓക്കെ, ഹൈ, പിന്നെ ലോ, ഓക്കെ, പിന്നെ ഒരു ഹയർ ഹൈ, ഓക്കെ, പിന്നെ ഒരു ലോവർ ഹൈ, ഓക്കെ, വീണ്ടും ഒരു ഹയർ ഹൈ, ഓക്കെ. അതിനുശേഷം എന്തുണ്ടായത്, ഈ ട്രെൻഡ് ലൈൻ ഇവിടെ ബ്രേക്ക് ഔട്ടായി. നിങ്ങൾക്ക് ഈ ഒരു സൈഡിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാം, ഇവിടെ ഒരു ലോവർ ഹൈ ഉണ്ടായി, ഹയർ ഹൈ ഉണ്ടായില്ല. പക്ഷെ ഇവിടെ ട്രെൻഡ് ലൈന് ബ്രേക്ക് ഔട്ട് ആവുകയാണ് ചെയ്തത്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഹൈസും ലോസും ഒന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഹൈ, പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ ലോ, ഓക്കെ. പിന്നെ വരുന്ന ഹൈ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഹൈ, ഓക്കെ. അതിനുശേഷം ലോ ഇവിടെ ഓൾറെഡി മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നുള്ള ഹൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ്, ഓക്കെ. ഇങ്ങനെയാണ് ഒരു മാർക്കറ്റിൻ്റെ സെറ്റപ്പ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇനി ബ്രേക്ക് ഔട്ട് ആയ ഉടനെ ട്രേഡ് എടുക്കുന്നതിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ബ്രേക്ക് ഔട്ട് ആയ ഉടനെ തന്നെ നമ്മൾ ട്രേഡ് ഓപ്പൺ ആക്കും. അപ്പോൾ ഏകദേശം ഈ ഒരു സ്ഥലത്ത് ബ്രേക്ക് ഔട്ട് സംഭവിച്ചിട്ടുണ്ട്. കണ്ടാ, ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് സംഭവിച്ചിട്ടുണ്ട്. കണ്ട, ഈ ഒരു ബ്രേക്ക് ഔട്ട്. അപ്പോൾ ഈ ബ്രേക്ക് ഔട്ട് ഇവിടെ വെച്ചിട്ട് ഈ ബ്രേക്ക് ഔട്ട് ഉണ്ടായ സമയത്ത് നമ്മൾ ട്രേഡ് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം നമ്മൾ ബ്രേക്ക് ഔട്ട് ആയ ഉടനെ തന്നെ ചില ആൾക്കാർ ട്രേഡ് ഓപ്പൺ ചെയ്യും. അപ്പോൾ നമ്മൾ ഇവിടെ വെച്ചിട്ട് എന്ത് ചെയ്യും, ഇതിൻ്റെ മേലെ സ്റ്റോപ്പ് ലോസും വെച്ച് ഇതുവരെ നമ്മൾ ടേക്ക് പ്രോഫിറ്റും വെച്ച് നമ്മൾ എന്ത് ചെയ്യും, ട്രേഡ് ഓപ്പൺ ചെയ്യും. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്, നമ്മൾ സ്റ്റോപ്പ് ലോസ് അടിക്കുകയാണ് ചെയ്തത്. അതിൻ്റെ കാരണം എന്താണെന്നുള്ളത് ഞാൻ കറക്റ്റായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മളിതിൻ്റെ നേരത്തെ പറഞ്ഞ മാതിരി ഇതിൻ്റെ ഹൈസും ലോസും നമ്മളിതിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതായിരുന്നു മുന്നത്തെ ഒരു ഹൈ. ഇപ്പോൾ ഇവിടുന്ന് ഈ ഹൈ ബ്രേക്ക് ഔട്ടായി, കണ്ട, റീടെസ്റ്റ് ചെയ്ത്, ഓക്കെ, ഹൈ ഉണ്ടായി, ഇവിടെ ഹൈ ഉണ്ടായി, ഹയർ ഹൈ ഉണ്ടായി. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കീ ലെവൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ട്രെൻഡ് ചേഞ്ച് ആവണമെന്നുണ്ടെങ്കിൽ ഈ ഹൈന് ബ്രേക്ക് ഔട്ട് ആവണം. അല്ലാത്ത പക്ഷം ഇത് സ്റ്റിൽ ബുള്ളിഷ് തന്നെയാണ്, ഓക്കെ. ഇവിടെ തട്ടിക്കഴിഞ്ഞിട്ടും ഇതെന്ത് ചെയ്യുക, ഇതാണ് ഇതിൻ്റെ ലാസ്റ്റ് പോയിന്റ്. ഇവിടെ എത്തിയിട്ട് ഇത് മുകളിലോട്ട് പോകാം. അപ്പോൾ ഈ ഒരു കാണുന്ന ഈ ഒരു എന്താ പറയുക സപ്പോർട്ട് ലൈന്, ഇത് ഒരു സപ്പോർട്ട് ലൈനാണ്. ഇതാണ് ഇതിൻ്റെ കീ ലെവൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിൻ ലോയിലോട്ട് വരെ വന്ന് അവിടുന്ന് മുകളിലോട്ട് പോവുക. അതാണ് അതിൻ്റെ സെറ്റപ്പ്. അപ്പോൾ നോർമൽ സിറ്റുവേഷനിൽ ഇപ്പോൾ ഇത് അടിയിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ട്രെൻഡ് ചേഞ്ച് ആവുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ കാണിച്ചു തരാം. കണ്ട, ലോ, ഹൈ, ഇവിടെ ബ്രേക്ക് ഔട്ടായി. ഈ ബ്രേക്ക് ഔട്ട് ഇവിടെ ബ്രേക്ക് ഔട്ട് ആയതിന് ശേഷം ഈ ഒരു സപ്പോർട്ട് ലെവലിനെ ഇവിടെ റീടെസ്റ്റ് ചെയ്ത് ഇത് അടിയിലോട്ട് കൺഫേം ആയിട്ട് പിന്നെ അടിയിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇവിടെ ട്രേഡ് എടുക്കാം. അപ്പോൾ ഇത് പറഞ്ഞ മാതിരി ഇവിടെ ഇതേപോലെ സ്റ്റോപ്പ് ലോസ് വെച്ച് നിങ്ങൾക്ക് ഇവിടുന്ന് ട്രേഡ് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇതാണ് ഇതിൻ്റെ ശരിയായിട്ടുള്ളൊരു മെത്തേഡ്. അപ്പോൾ ചില ആൾക്കാർ ട്രെൻഡ് ലൈന് ബ്രേക്ക് ഔട്ട് ആയ ഉടനെ പോയിട്ട് ട്രേഡ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തുണ്ടാവുക, നിങ്ങളുടെ ട്രേഡ് ലോസ് ആവും. അത് ലോസ് ആവാനുള്ള കാരണമാണ് നിങ്ങൾക്ക് കാണിച്ചത്. അപ്പം ഇതിങ്ങനെ ബ്രേക്ക് ഔട്ട് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ഞാനിവിടെ കാണിച്ചു തരാം എവിടെയാണ് ട്രേഡ് എടുക്കേണ്ടതെന്നല്ലേ. അപ്പോൾ ഈ ഒരു ഹൈയിൽ നിന്ന് ഇവിടെ കണ്ട ബ്രേക്ക് ഔട്ടായി. ഈ ബ്രേക്ക് ഔട്ട് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കൺഫർമേഷൻ വേണ്ടേ. ആ കൺഫർമേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ മൊത്തത്തിൽ ട്രെൻഡ് റിവേഴ്സലാവാൻ പോവുകയാണെന്നുള്ളതിന് നമുക്കൊരു കൺഫർമേഷൻ വേണം. ആ കൺഫർമേഷൻ നമ്മൾ എന്ത് ചെയ്യണം, ഇപ്പോൾ ഈ ട്രെൻഡ് ലൈനിൻ്റെ മുകളിൽ ഇവിടെ തട്ടി
കഴിഞ്ഞിട്ട് അതിന് ശേഷം ഇത് കണ്ട ഇങ്ങനെ ഒരു ലോ ക്രിയേറ്റ് ചെയ്ത് ഈ മൊത്തത്തിൽ ട്രെൻഡ് ചേഞ്ച് ആയല്ലാണ്ട് പിന്നെ നമ്മളിവിടെ ട്രേഡ് എടുക്കരുത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് ബ്രേക്ക് ഔട്ടായി കണ്ട ബ്രേക്ക് ഔട്ടായി പിന്നെ ട്രെൻഡിനെ റെസ്പെക്റ്റ് ചെയ്ത് അതിന് ശേഷം ഈ സാധനം ഈ ഒരു സപ്പോർട്ട് ലെവല് ബ്രേക്ക് ഔട്ടായി റീടെസ്റ്റ് ചെയ്ത് ഞാൻ നേരത്തെ കാണിച്ചെന്ന മാതിരി ബ്രേക്ക് ഔട്ടായി റീടെസ്റ്റ് ചെയ്ത് പോകുമ്പോൾ മാത്രമേ നിങ്ങൾ ട്രേഡ് ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ. അതൊരു സിറ്റുവേഷൻ. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അതാ ഇവിടെ ഈ ഹൈന് ശേഷം ഇവിടെ ട്രെൻഡ് ലൈന് ബ്രേക്ക് ഔട്ടായി. മൊത്തത്തിൽ ഇവിടെ ട്രെൻഡ് ലൈൻ എന്തായി, ഇവിടെ ബ്രേക്ക് ഔട്ടായി. ബ്രേക്ക് ഔട്ട് ആയതിന് ശേഷം എന്താണ്, വീണ്ടും ഈ റെസിസ്റ്റൻസ് ലൈനിൽ വന്ന് വീണ്ടും ടച്ച് ചെയ്ത് ഓക്കെ, ഇവിടെ ടച്ച് ചെയ്ത് ഇത് അടിയിലോട്ടാണ് പോകുന്നതെന്നുള്ളതിനുള്ള കൺഫർമേഷൻ ഏകദേശം ഈ ഒരു ലൈനിൽ വെച്ച് കണ്ട. ഇവിടെ ഒരു ചെറിയൊരു ഹെഡ് ആൻഡ് ഷോൾഡർ ഫോർമാറ്റ് ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു ഫോർമാറ്റ് ഉണ്ടായതിന് ശേഷം അപ്പോൾ ഇത് 4 ഹവറിലെ ചാർട്ടാണ്. അപ്പോൾ 4 ഹവറിൽ എന്തായി, ഇവിടെ ഡബിൾ ടോപ്പ് ഇത് കണ്ട 2 പ്രാവശ്യം ഇവിടെ എന്തായി വന്ന് പുതിയൊരു ഹൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാർക്കറ്റിന് സാധിച്ചില്ല. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഇതിൻ്റെ മേലെ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഈ ഒരു സപ്പോർട്ട് ലെവൽ വരെ അല്ലെങ്കിൽ സെക്കൻഡ് ടേക്ക് പ്രോഫിറ്റ് താഴെ വരെ നിങ്ങൾക്ക് കൊണ്ടുപോകാം. അതാണ് ഇതിൻ്റെ സ്ട്രക്ചർ, മനസ്സിലായ? അപ്പോൾ അങ്ങനെ എടുക്കുന്ന സമയത്തേ നിങ്ങൾക്ക് അതിൻ്റെ നിങ്ങളുടെ ട്രേഡ് കറക്റ്റായിട്ട് സക്സസ് ആവുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഈ ഒരു ലെവലിൽ വെച്ചിട്ട് നിങ്ങൾക്ക് പിന്നെ ട്രേഡ് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതാ കറക്റ്റായിട്ട് ഇതാ ടേക്ക് പ്രോഫിറ്റ് അടിക്കാൻ പറ്റും. അപ്പോൾ ഇതിനാണ് ഡബിൾ ടോപ്പ് എന്ന് പറയുന്ന ഒരു സംഭവം. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്രേഡ് എടുക്കുന്നത് സക്സസ് ആയിട്ട് കിട്ടുള്ളൂ. അല്ലാത്ത പക്ഷം ട്രെൻഡ് ലൈന് ട്രേഡ് ചെയ്യുന്ന ആൾക്കാർക്ക് ഫെയിൽ ആവാനുള്ള മെയിൻ കാരണം ട്രെൻഡ് ചേഞ്ച് ആയിട്ടില്ല, അപ്പോഴും ട്രെൻഡ് ബൈ തന്നെയാണ്. അതുകൊണ്ടാണ് നിങ്ങളെ എടുക്കുന്ന ട്രേഡ് ലോസ് ആയി പോകുന്നത്. പിന്നെ ഭാഗ്യവശാൽ ചിലത് പ്രോഫിറ്റ് ആവും, അത്രേ ഉള്ളൂ.